ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചാ വിഷയമായത് സ്വർണ്ണക്കൊള്ളയായിരുന്നു. സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാരഡി ഗാനം അത് തെരഞ്ഞെടുപ്പിനെ വളരെയേറെ സ്വാധീനിച്ചു എന്നുള്ളത് വ്യക്തമാണ്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് ഫലം കണ്ടാൽ അറിയാം. പക്ഷെ ഇപ്പോൾ വീണ്ടും സ്വർണ്ണക്കൊള്ള വീണ്ടും സജീവമാവുകയാണ്. സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള ചർച്ച വീണ്ടും സജീവമാവുകയാണ്. ഏറ്റവും പ്രധാനം BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, അദ്ദേഹം സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണം അത് സോണിയാഗാന്ധിയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. പക്ഷേ കോൺഗ്രസ്സുകാരെയൊക്കെ മുഴുവൻ അവരുടെ എല്ലാ ആവേശവും കെടുത്തുന്ന രീതിയിലാണ് സുരേന്ദ്രന്റെ പരാമർശം വന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ റിലവൻ്റ് ആയ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്, ചില സംശയങ്ങളാണ് ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അദ്ദേഹം ഉയർത്തിയ വാദങ്ങൾ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, നേരത്തെ തന്നെ ഹൈക്കോടതി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നു. എന്താണ് ഹൈക്കോടതി പരാമർശം നടത്തിയത്? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ആ സ്വർണ്ണക്കൊള്ള കണ്ടാൽ നമുക്ക് ആഗോളതലത്തിലുള്ള വിഗ്രഹ മോഷ്ടാക്കൾ അല്ലെങ്കിൽ വിഗ്രഹ കച്ചവടക്കാർക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്ന് തോന്നിപ്പോകും എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഹൈക്കോടതി നടത്തിയിരുന്നത്. ഇപ്പം സുരേന്ദ്രൻ പറയുന്നത് സോണിയാഗാന്ധിയെ സ്വർണ്ണക്കൊള്ള നടത്തിയ അതിലെ പ്രധാനപ്പെട്ട പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ള നടത്തിയ, സ്വർണം വാങ്ങി എന്ന് ആരോപിക്കപ്പെടുന്ന ആളും, ആ രണ്ടുപേരും സോണിയാഗാന്ധിയെ കാണുന്നു. ഇത് എപ്പോഴാണ് കാണുന്നത്? 2017 കാലഘട്ടത്തിൽ. അതായത് എപ്പോഴാണോ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് അതേ കാലഘട്ടത്തിൽ കാണുന്നു. ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് ആഗോളതലത്തിൽ ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്ന സമയത്താണ് ഈ ഒരു ചോദ്യം വരുന്നത്. എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി ഇവരെ കാണാൻ സമ്മതിച്ചത്? ആരൊക്കെയാണ് ഇതിന്റെ പിറകിലുണ്ടായിരുന്നത്? ഇതിന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് പ്രമുഖ കോൺഗ്രസ് നേതാവായിട്ടുള്ള ആന്റോ ആന്റണി MP-യും അതോടൊപ്പം തന്നെ മറ്റൊരു MP-യായ അടൂർ പ്രകാശും. ഈ രണ്ടുപേരാണ് സോണിയാഗാന്ധിയുടെ കൂടെ ആ സമയത്തുണ്ടായിരുന്നത്. ഇവിടെ ആരോപിക്കപ്പെടുന്ന ഒരു കാര്യം, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് അതൊരു സ്വർണത്തിന്റെ വിലയ്ക്ക് വേണ്ടിയുള്ളൊരു കൊള്ളയായിരുന്നില്ല, മറിച്ച് അതൊരു അന്താരാഷ്ട്ര തലത്തിലുള്ള പുരാവസ്തു കൊള്ള സംഘത്തിന്റെ കയ്യിലെ ഒരു ആയുധമാവുകയായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് നടത്തിയത് എന്നാണ്. അപ്പം സ്വർണത്തിന്റെ മാത്രം വിലയല്ല, അതിനേക്കാൾ 10 മടങ്ങ് വിലയാണ് ഈ ആന്റിക് വ്യാപാരത്തിലൂടെ അവർക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ പുരാവസ്തു വ്യാപാരം നടത്തുന്ന ആൾ ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിയുടെ രക്തബന്ധമുള്ള ആളുകളാണെന്ന അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അതായത് സോണിയാഗാന്ധിയുമായി രക്തബന്ധമുള്ള ആളുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരത്തിലുള്ള പുരാവസ്തു വ്യാപാരവുമായ ബന്ധമുണ്ട്. ഈ വക കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ സോണിയാഗാന്ധിക്കെതിരെ പല കേസുകളിലും അന്വേഷണ സമയത്ത് വെളിവാക്കപ്പെട്ടതാണ്. അപ്പൊ ഈ കാര്യം സുരേന്ദ്രൻ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്തിനു വേണ്ടിയാണ് ആന്റോ ആന്റണിയും അടൂർ പ്രകാശും ഈ സ്വർണ്ണക്കൊള്ളക്കാരെയും സ്വർണ്ണക്കൊള്ള നടത്തിയ, സ്വർണം വാങ്ങിയ വ്യാപാരിയെയും സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് എന്ന ചോദ്യത്തിലേക്കാണ്. ഇതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പോവാൻ മാത്രം കഴിവുള്ള ഒരു സാധനമാണ്. കാരണം ശബരിമലയെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ തന്നെ തുടങ്ങിയതാണ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നത്? ആരാണ് ഇതിന്റെ പിറകിൽ? ഇത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രമുള്ളതാണോ? ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദമായിരുന്നതാണ് ഒരു ഗാനം, ഒരു പാരഡി ഗാനം, സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ. അപ്പൊ ഇപ്പം സുരേന്ദ്രൻ പറയുന്നത് ഇതിനൊരു തിരുത്തുകൂടി നൽകണം. സ്വർണം വാങ്ങിയത് ആരപ്പ, കോൺഗ്രസ് ആണ് അയ്യപ്പ, ലാഭം കിട്ടിയത് ആരാണ്? ലാഭം കിട്ടിയത് ആർക്കാണ്? അത് ഇന്ത്യ മുന്നണിക്ക് ഒറ്റയ്ക്കാണ് ലാഭം കിട്ടിയിരിക്കുന്നത് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കേരളത്തിൽ അതിനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഉപയോഗിച്ചെങ്കിൽ പോലും ഇതിന്റെ പിറകിൽ കോൺഗ്രസ് കൂടി ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളാണ് തെളിയുന്നത്. കാരണം ഈ വിഷയത്തിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു ചെല്ലുന്ന സമയത്ത് ആദ്യം അദ്ദേഹം SIT-യൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവായിട്ടുള്ള, സുഹൃത്തായിട്ടുള്ള ഒരു വ്യവസായി, വിദേശ വ്യവസായിക്ക് ഈ വക കാര്യങ്ങളെക്കുറിച്ച് കുറെ അറിയാമെന്ന് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുമായിട്ട് ബന്ധപ്പെടുത്തുകയാണ്. പക്ഷെ ഈ സമയത്താണ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്.
അതോടുകൂടി രമേശ് ചെന്നിത്തല ഒന്നും വേണ്ടാതായി. എന്തുകൊണ്ടാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴൊന്നും പറയാത്തത് എന്ന ചോദ്യമാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം കോൺഗ്രസിലെ ഉന്നതരായ ആളുകൾക്ക് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അന്താരാഷ്ട്ര തലത്തിൽ മാനമുള്ള അല്ലെങ്കിൽ അത്ര ബന്ധങ്ങളുള്ള ഈ ഒരു കൊള്ള, ഈ ഒരു കച്ചവടം, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം അത് CBIക്കോ അതേപോലെ തന്നെയുള്ള ഏജൻസികളോ നടത്തിയാൽ മാത്രമേ അത് പുറത്തു വരൂ എന്നുള്ള ഒരു ആവശ്യമാണ് സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ആളുകൾക്ക് ഉണ്ടാവുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ പുറത്തു വരും. ഇപ്പൊ ഇവിടെ പല നേതാക്കന്മാരും, ഇപ്പൊ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് വിദേശത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇപ്പൊ അവിടെയും SIT ഒരുപാട് കുഴപ്പങ്ങൾ കാണിക്കുന്നത്. കാരണം SITയിൽ രണ്ടുപേരെ തിരികെ കയറ്റാൻ ശ്രമിച്ചു. അപ്പൊ SIT പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ഹൈക്കോടതി രണ്ടുപേരെ അനുവദിക്കുകയും ചെയ്തു. ഹൈക്കോടതിക്ക് അറിയില്ലല്ലോ, ഇവർ പോലീസ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു കൊടുത്ത ആളുകളാണ്. അപ്പൊ CPMന്റെ അജ്ഞാനവർത്തികളായ രണ്ടുപേരെയാണ് പുതുതായിട്ട് SITയിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് വിവാദമായതിനെ തുടർന്ന് അവരെ മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തില്ല. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത് തന്നെ വളരെ ആരും അറിയാതെ ചോദ്യം ചെയ്തു. അതേപോലെ തന്നെ രണ്ട് ഭരണസമിതി അംഗങ്ങളെ, ഒന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ആയിരുന്ന പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ഭരണസമിതി അംഗമായ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും പോലീസുമായിട്ട് ബന്ധമുള്ള തന്റെ മകൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഭരണസമിതി അംഗത്തെ ശങ്കർദാസിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ഈ ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്തത് തന്നെ ഹൈക്കോടതിയുടെ ഇടപെടലുകളെ തുടർന്നാണ്. അപ്പൊ ഇവിടെ വലിയൊരു ഇടത് വലത് രാഷ്ട്രീയക്കാർ ഉൾപ്പെടുന്ന വലിയൊരു ഗൂഢാലോചന അവിടെ നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ ഇടതുമുന്നണിയിലെയും UDFിലെയും എല്ലാ ആളുകൾക്കും ഇത് അറിയണമെന്നില്ല. പക്ഷെ അറിയുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. സോണിയാഗാന്ധിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധമുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ UDF ധരിച്ചത് ഈ ഒരു ശബരിമല കൊള്ളയുടെ പേരിൽ മാത്രം തങ്ങൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. 10 വർഷത്തെ LDFന്റെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് തങ്ങൾക്ക് ഈ ഒരൊറ്റ കേസിൽ മാത്രം തങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതായിരുന്നു UDFന്റെ പ്രതീക്ഷ. പക്ഷെ വരുന്ന ദിവസങ്ങളിൽ കാര്യങ്ങളൊക്കെ കലങ്ങി മറിയുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും.